പോസിറ്റീവായ ഒരു മറുപടിയുമില്ല. എത്രയും പേര് ഡോണറെ കണ്ടെത്തി വൃക്ക മാറ്റി വെച്ചില്ലെങ്കിൽ അശ്വിനിയുടെ ജീവൻ അപകടത്തിലാണ്. അവയവദാനത്തിന് സമ്മതപത്രം നൽകുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വാർത്തകളല്ലേ കേൾക്കുന്നത്. സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ അടുക്കി വെച്ചേക്കുന്ന പോലെ മനുഷ്യന്റെ സ്പെയർ പാർട്സുകൾ വിൽക്കാൻ വെച്ചേക്കെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമുക്കൊരാവശ്യം വന്നപ്പോൾ സാധനം കിട്ടാതായി. അശ്വിനിയുടേത് വളരെ റെയറായ ബ്ലഡ് ഗ്രൂപ്പാണ്, O നെഗറ്റീവ്. ആ ഗ്രൂപ്പിൽപ്പെട്ട ആരെങ്കിലും വൃക്കദാനം ചെയ്യാൻ തയ്യാറായി വരണം. പത്രത്തിൽ പരസ്യം ചെയ്തു, സോഷ്യൽ മീഡിയയും സന്നദ്ധ സംഘടനയുമായും ബന്ധപ്പെട്ടു. പക്ഷെ നമുക്ക് അനുകൂലമായൊരു വാർത്തയും ഇതുവരെ കിട്ടിയില്ല. അല്ല, ഇപ്പൊ ഈ ചെയ്യുന്ന ഡയാലിസിസ് കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ലേ? എടാ കൊച്ചുങ്ങളെ, എന്നെ നിങ്ങൾ ഗൗരവമായിട്ട് എടുക്കുന്നില്ല. ഓ, അമ്മാവന് താഴെ നിൽക്കാൻ പാടില്ലേ? ഇനി ഗൗരവമായിട്ട് എടുത്ത് ഞങ്ങളുടെ നടു വെട്ടിപ്പിടിപ്പിക്കണം. യവന് വിവരമില്ല. സുബ്രഹ്മണ്യ, നീ ഞാൻ പറയുന്ന കേക്ക്. ആ ചെക്കനെ എന്നെ പോലെ തന്നെ അമ്മാവന്റെ പുക പൊങ്ങുന്നത് കാണാൻ ആഗ്രഹമുള്ള ചെക്കനകത്ത് കിടക്കുന്നത്. ഈ ഒന്ന് മിണ്ടാതിരിക്കടാ. അമ്മാവൻ എന്താ പറയാനുള്ളത്? എടാ കുഞ്ഞ്, മരുന്ന് പരാജയപ്പെടുന്നിടത്ത് മന്ത്രവാദം ജയിക്കും. കണ്ടോ കണ്ടോ, നമ്മളെ പുകച്ച് പുറത്തി അടിക്കാനുള്ള വഴി അന്വേഷിക്കുക. അശ്വനിക്ക് ഇങ്ങനെ ഒരു അസുഖം വരാൻ കാരണം ആരോ കൂടോത്രം ചെയ്തതാ. കൂടോത്രം ചെയ്താൽ കിഡ്നി തകരുമായിരുന്നെങ്കിൽ അമ്മാവന്റെ സർവ്വനാടിയും ഞാൻ കൂടോത്രം ചെയ്ത് തകർക്കത്തില്ല. ഇപ്പൊ അതിനൊന്നുള്ള സമയമല്ല ഇത്. എങ്ങനെ അശ്വിനിയുടെ ജീവൻ രക്ഷിക്കാൻ ഒക്കുമോന്നോ? ഞാൻ തയ്യാറാ. എന്റേത് ചേരുവോ? നിന്റെ ഒന്നും ബ്ലഡ് ഗ്രൂപ്പ് അതല്ല. ഒരാൾ തയ്യാറായി വന്നിരുന്നെങ്കിൽ എത്ര ലക്ഷം മടങ്ങ് കൊടുക്കാമായിരുന്നു. പണമല്ലല്ലോ ഇവിടെ പ്രശ്നം. ചിലർക്ക് കാശില്ലാത്ത പ്രശ്നം, ചിലർക്ക് കാശുണ്ടെങ്കിലും കാര്യം നടക്കാത്ത പ്രശ്നം. അവന്റെ ജീവൻ രക്ഷിക്കാൻ നിങ്ങൾ പരമാവധി ശ്രമിച്ചു, പണവും സ്വാധീനവും ഉപയോഗിച്ചു. ചേടാ, വെള്ളമില്ലാത്തടത്ത് മുങ്ങാനൊക്കൂ. ഇനിയിപ്പോ അവന്റെ വിധി അതാണെന്ന് അങ്ങ് സമാധാനിക്ക്. എടാ കുഞ്ഞെ, നിനക്ക് അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ? അല്ല, എന്തെങ്കിലും പ്രത്യേകതരം ആഹാരം കഴിക്കാനോ ഏതെങ്കിലും അമ്പലത്തിൽ പോകാനോ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ അവശേഷിക്കുന്നുണ്ടോ? അമ്മാവന്റെ ചൊറിഞ്ഞ വർത്താനം നിർത്താവോ? ഒരുമാതിരി തൂക്കിക്കൊല്ലാൻ പോകുന്ന പ്രതികളോട് ചോദിക്കുന്ന പോലെ. ഇവൻ അച്ഛനും അമ്മ ഇല്ലാത്തവനാ. ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ നോക്കേണ്ടത് ഞാനാ. ഇവന് വേണ്ടി എന്റെ സുഭദ്ര എത്രയോ അമ്പലത്തിൽ മൃത്യുഞ്ജയ ഹോമം നേർന്നിരിക്കുന്നു. നിങ്ങൾ ഇങ്ങനെ സഹതപിക്കാതെ എന്നെ എന്റെ വിധിക്കൊന്ന് സ്വതന്ത്രമായി വിടാമോ? എനിക്ക് കർമ്മം ചെയ്യേണ്ട കുട്ടി. ഈശ്വര, ഞാനൊക്കെ ജീവനോടിരിക്കുമ്പോൾ എന്റെ കുഞ്ഞ് ഈ കണക്കിന് പോയ ഇങ്ങേർക്കാൻ വല്ല വിഷവും കൊടുത്ത് കൊല്ലും. നമുക്കൊരു ഡോണറെ ഇനിയും കിട്ടിയില്ലല്ലേ? പല വഴിക്ക് തിരയാണ് നിന്റെ ബ്ലഡ് ഗ്രൂപ്പിൽപ്പെട്ട ആളെ. ഏത് നിമിഷവും ശുഭകരമായ വാർത്ത പ്രതീക്ഷിക്കുകയാണ് ഞാൻ. എനിക്ക് വേണ്ടി പരിശ്രമിക്കാനും എന്റെ കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്വത്തോടെ നോക്കാനും നിങ്ങൾ രണ്ട് ചേട്ടന്മാരുള്ളത് ഭാഗ്യം. മരണത്തെ എനിക്കങ്ങനെ പേടിയൊന്നുമില്ല കേട്ടോ. നീ വെറുതെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ എഴുന്നള്ളിക്കണ്ട. ജനിക്കുന്ന നിമിഷം മുതൽ നമ്മൾ മരണത്തിന്റെ ക്യൂലായിട്ട് നിങ്ങൾ കരുതും ഞാൻ ഫിലോസഫിക്കലാകുന്നു. മരണത്തിന്റെ നിഴൽ ജീവിതത്തിൽ പതിച്ചാൽ ആരും അങ്ങനെ ആയിപ്പോകും. ഞങ്ങൾ മരണത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെങ്കിലോ? നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? മരണം നിശബ്ദം വന്ന് കരം പിടിച്ചിട്ട് പറയും, വാ പോകാമെന്ന്. മറുപടിക്ക് സാധ്യതയില്ല. ദൈവദൂതനെ പോലെ ഒരാൾ നമ്മുടെ മുന്നിലെത്തും, എനിക്ക് ഉറപ്പാ. അമ്മേ, മക്കളുടെ മുന്നിലും പിന്നിലും കാൽച്ചുവട്ടിലും ഒക്കെയായി കറങ്ങി നടക്കുന്ന നിഴൽ അമ്മ. എനിക്ക് മനസ്സിലായില്ല എന്നതിന്റെ അർത്ഥം. ഈ അമ്മയുടെ കാല് തൊട്ടൊന്ന് മാപ്പിരക്കണമെന്ന ആഗ്രഹം ബാക്കിയായിരുന്നു. ജീവിതം ഏതൊക്കെയോ ദേശത്തായി അടിച്ചു പൊളിച്ച് ആസ്വദിക്കണമെന്ന് ആഗ്രഹിച്ചു. എന്നിട്ടിപ്പോ ഫിനിഷിംഗ് പോയിന്റ് വരച്ചിട്ടാ മൂപ്പര് നമ്മളെ ഇങ്ങോട്ട് വിടുന്നത്. ഇനി മേലിൽ അമ്മയെ കാണില്ലെന്നൊക്കെ മകൾക്ക് തീരുമാനിക്കാം. എനിക്കതിന് പറ്റില്ലല്ലോ. മക്കളുടെ സന്തോഷത്തിലേക്കും സന്താപത്തിലേക്കും ഒക്കെ വരാതിരിക്കാൻ പറ്റുമോ? നിന്റെ ഭർത്താവിന് സുഖമില്ലെന്നറിഞ്ഞ് ഞാൻ വരണ്ടേ? ഇപ്പോഴത്തെ മക്കൾക്കൊരു രീതിയുണ്ട്. ജീവിതത്തിൽ വിജയിക്കുമ്പോൾ അത് അവരുടെ മിടുക്ക്, പരാജയപ്പെടുമ്പോ വിധി. അടക്കോ ഒതുക്കൊക്കെ അടിച്ചേൽപ്പിച്ച് ഞാനിവളെ കാലഘട്ടത്തിന് കൊള്ളാത്തോളാക്കിയത് പറഞ്ഞവളാ.
എന്നിട്ട് അവസാനം വന്നെത്തിയത് എവിടാ? പിരിയാൻ മാത്രം പൊരുത്തമുണ്ടെന്ന് വിധി എഴുതിയ ഒരു ജീവിതത്തിലേക്ക്. അവന്റെ സങ്കടങ്ങൾ ഓവർ സ്വീകരിക്കാൻ അമ്മ എത്തിയല്ലോ. ഇവിടെ ഇനി കലഹവും അഭിപ്രായ വ്യത്യാസമൊന്നും വേണ്ട. അവനൊന്നും സംഭവിക്കരുത് എന്നുള്ള പ്രാർത്ഥന, അത് മതി. തൽക്കാലം ഇവിടെ തങ്ങുന്നതിന് ഇവളുടെ സമ്മതം ആവശ്യമില്ല എനിക്ക്. നിങ്ങൾ സമ്മതിക്കുമോ? അമ്മ ഇനി എപ്പോ പോണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ധൈര്യമായിട്ട് അകത്തേക്ക് പോകും. ഒരു ദേഷ്യത്തിന് ഇവിടെ ഒന്ന് കൂട്ടിക്കൊണ്ട് പോയെങ്കിലും കേസ് കൊടുക്കാനോ മകളുടെ ജീവിതം പിരിക്കാനോ ഒന്നും ആ അമ്മയ്ക്ക് താല്പര്യമില്ലായിരുന്നു. വക്കീലെ കണ്ടതും കേസ് കൊടുത്തതുമൊക്കെ ആരായിരുന്നു? നീ. ഡൈവോഴ്സ് ആവശ്യപ്പെട്ട് വക്കീലെ ചെന്ന് കണ്ടപ്പോൾ അയാൾ ഒരു കഥയുണ്ടാക്കി. ഭർത്താവ് പരസ്ത്രീ ബന്ധമുള്ളവൻ, മദ്യപിച്ച് ഭാര്യയെ മർദ്ദിക്കുന്നവൻ, കൊലപാതകി. അശ്വനി എന്ന വക്കീലെ കണ്ടപ്പോഴോ അയാളും ഒരു കഥയുണ്ടാക്കി. ഭാര്യയ്ക്ക് പരപുരുഷ ബന്ധം വരെ ആരോപിക്കുന്ന കഥ. അത് അവരുടെ ജീവിതം, പ്രൊഫഷൻ. ജീവിതം കൊണ്ട് എന്ന് വക്കീൽ ആഫീസിൽ ഇന്ധനമായി വെച്ച് കൊടുക്കുന്ന വിഡ്ഢികൾ. പിരിയരുത് എന്നൊരു 1000 തവണ രണ്ടാളിന്റെയും കാല് പിടിച്ച് പറഞ്ഞവരാണ് ഞങ്ങൾ. ഇപ്പോൾ ഈ അവസ്ഥയിൽ സങ്കടമുണ്ട്. കുറ്റബോധത്തിന്റെ വിചാരണയിലേക്ക് അവന് വിട്ടുകൊടുക്കാതെ നീ ഇവിടുന്ന് പോണം. അവനിപ്പോൾ ഒരു ഹോം നേഴ്സിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. എനിക്ക് മനസ്സിലാവുന്നു. എന്ന് തന്നെ അമ്മയെ കൂട്ടിക്കൊണ്ട് പോണം. മരിച്ചാൽ വന്നൊരു റീത്ത് വയ്ക്കാം. അമ്മാവനോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കാനുണ്ട്. തൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം മറ്റൊരാളിന് സമ്മാനിച്ച് ഒരു ജീവൻ രക്ഷിക്കണമെന്ന തോന്നൽ ലക്ഷങ്ങളിൽ ഒരാളിന് മാത്രം ഉണ്ടാകുന്നതാണ്. നിർഭാഗ്യവശാൽ അശ്വനിയുടെ ബ്ലഡ് ഗ്രൂപ്പിൽപ്പെട്ട ആളെ നമുക്ക് കണ്ടെത്താനും കഴിഞ്ഞില്ല. പക്ഷേ നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഒരാളുണ്ട്. നമ്മുടെ സുഭദ്ര. അമ്മാവനും അവളും മനസ്സ് വെച്ചാൽ അശ്വനി ജീവിക്കും. നിനക്ക് നാണമില്ലടാ ഇത് ചോദിക്കാൻ? അശ്വനിയെ സുഭദ്രയെ കൊണ്ട് വിവാഹം ചെയ്യിക്കണമെന്ന് ഞാൻ പറഞ്ഞു. കേട്ടോ അവൻ? എന്റെ മോളെ ഒരു 2ാം കെട്ടുകാരന്റെ തലയെ പണ്ടാറമടക്കാനും ഞാൻ തയ്യാറായിരുന്നു. പക്ഷെ അവൻ തയ്യാറായോ? പിന്നെ എന്തിന് എന്റെ കുട്ടി ഇങ്ങനെ ഒരു സാഹസം കാണിക്കണം? നാളിതുവരെ അവന് വേണ്ടി കാത്തിരുന്ന എന്റെ മോള് ഇപ്പോൾ ഒരു പട്ടാളക്കാരനുമായി വിവാഹത്തിന് സമ്മതിച്ചപ്പോ അവിടെ ജീവിതം ഇനി ഞാൻ കീറി മുറിക്കണോ? മനുഷ്യനാണെങ്കിൽ നീ ഇങ്ങനെ ഒരു അഭിപ്രായം ചോദിക്കോടാ. സാധ്യമല്ല, സാധ്യമല്ല. നമുക്ക് സുഭദ്രയോട് സംസാരിച്ചാലോ? കൊന്നുകളയും ഞാൻ. ഈ ഇരവ് മരിക്കണം അങ്ങനെ സംഭവിക്കണമെങ്കിൽ. അവയവം ദാനം ചെയ്യുന്നത് മനസ്സോടെ വേണം. അവകാശം പറഞ്ഞിട്ടോ കാല് പിടിച്ചിട്ടോ എനിക്ക് വേണ്ട. എനിക്കങ്ങനെ ജീവിക്കണ്ട. വിവാഹം തീരുമാനിച്ച മകളെ കീറി മുറിക്കണോ? അവിടെ ജീവിതം തകർക്കണോ? പറ. സുഭദ്ര അതിന് സമ്മതിച്ചാലും എനിക്ക് സമ്മതമല്ല. വിധിക്ക് മുന്നിൽ, മരണത്തിന് മുന്നിൽ സറണ്ടർ ആയിരിക്കുന്നു അശ്വനി. അവയവദാനത്തിനുള്ള സമ്മതപത്രമാണ്. ഞാൻ തയ്യാറാ. ഞാൻ നിങ്ങളുടെ സെയിം ബ്ലഡ് ഗ്രൂപ്പ്. പൂർണ്ണ സമ്മതത്തോടെ പ്രാർത്ഥനയോടെ തരിക. സ്വീകരിക്കുക. ഞാൻ എൻ്റെ അമ്മയോട് ആലോചിച്ചു. അമ്മയ്ക്ക് സമ്മതം. സന്തോഷം. നിങ്ങളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി എന്റെ ജീവിതത്തിന്റെ ഒരു പങ്ക് മുറിച്ചു തരും.